പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ +1 +2 ഹയർ സെക്കൻഡറിയുടെ ഭാഗമായിട്ടുള്ള ഗണിതശാസ്ത്ര ലാബാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വർഷം ഇങ്ങനത്തെ ഒരു കൊറോണ സാഹചര്യത്തിൽ നമുക്ക് ലാബിൻ്റെ എണ്ണം വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് 3 ലാബും സെക്കൻഡ് ഇയർ നമുക്ക് 2 ലാബും ആണിവിടെ ചെയ്യാനുള്ളത് എന്നൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാം. അപ്പം ശരിക്കും ഫസ്റ്റ് ഇയർ നമുക്ക് 16 ലാബിൽ 8 ലാബ് ചെയ്യണം, സെക്കൻഡ് ഇയർ 24 ലാബിൽ 12 ചെയ്യണം. അപ്പോൾ അതൊരു ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത്രയും ലാബ് നമുക്ക് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ 3ഉം സെക്കൻഡ് ഇയർ 2ഉം അങ്ങനെ 5 ലാബാണ് ചെയ്യേണ്ടത്. അത് കൂടാതെ 0 ലാബ് എന്ന് പറയുന്ന ഒരു എല്ലാ ടൂളുകളും പരിചയപ്പെടാൻ വേണ്ടി 0 ലാബുണ്ട്. അതൊന്നും ചോദ്യം ഉണ്ടാവില്ല. അത് എല്ലാ ടൂളും പരിചയപ്പെടൽ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ 5 ലാബ് പഠിച്ചില്ലെങ്കിലും 3 ലാബ് വ്യക്തമായിട്ട് ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചോയ്സ് ഉണ്ടാവും. 2 ലാബ് ഒഴിവാക്കിയിട്ട് ഈ 3 ലാബിൽ നിന്ന് നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ 5 ലാബ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചോയ്സ് വെച്ച് സെലക്ഷനിലുള്ള ഒരു പോസിബിലിറ്റി അവിടെ കിട്ടും. അപ്പം പറ്റുമെങ്കിൽ കംപ്ലീറ്റ് തന്നെ പഠിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് കുട്ടിയുടെ ഭാഗത്ത് വേണ്ടത്. ഫുൾ മാർക്ക് നേടാനുള്ള ഒരു അവസരം ഇവിടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 0 ലാബാണ്. അപ്പോൾ 0 ലാബ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞു, മൊത്തത്തിലൊരു ടൂള് പരിചയപ്പെടുക എന്നൊരു ധർമ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ 1-ാം വർഷം സെറ്റിൻ്റെ ഭാഗമായിട്ട് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് വരുന്നത് ഡൊമെയിൻ ആൻഡ് റേഞ്ച്, പിന്നെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം. ഡൊമെയിൻ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് കോർഡിനേറ്റ് ആണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. റേഞ്ച് എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്. ആ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ വ്യൂയിലൂടെ തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ റേഞ്ചും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലോട്ടാണ് ഇനി കടക്കാൻ പോകുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിൽ SCERT നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്സ് ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മൾ പാട്ടിലോട്ട് കടക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ചെയ്യുന്നത് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത്, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയൊരു കർത്തവ്യമാണ്. സ്ലൈഡറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ. ഇത് വ്യക്തമായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടാകണം. സ്ലൈഡർ എന്ന് പറയും എങ്കിൽ മാത്രമേ നമുക്കത് അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 1 കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ ടൂളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് ടൂൾ എന്ന് പറയുന്നത്. ഇത് മെനു ബാർ, ഇത് ആൾജിബ്രാക് വ്യൂ, ഇത് ഗ്രാഫിക്കൽ വ്യൂ, ഇത് ഇൻപുട്ട് ബോക്സ്. ഒരുപാട് ടൂളുണ്ട്. ടൂള് ആവശ്യം സമയത്ത് മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്, മുൻകൂട്ടി നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ലൈഡർ വരയ്ക്കാം, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലൈഡർ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ A എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ടായിട്ട് വരുന്നത് നമ്പറാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. നമ്പർ സ്ലൈഡാണ് ഇവിടെ എടുക്കുന്നത്. മിനിമം വാല്യൂ -5ഉം മാക്സിമം വാല്യൂ 5. അത് നമുക്ക് കൂട്ടുക കുറക്കുക എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഇൻക്രിമെൻറ്റ് 1 കൊടുക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഓക്കെ കൊടുത്താൽ നമുക്ക് സ്ലൈഡർ കിട്ടും. അത് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോവാം, സ്ലൈഡർ എടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് ക്ലിയർ ആക്കി വെക്കുക, സെൻട്രലാക്കി വെക്കുക. അങ്ങനെയാണ് പിന്നെ വരക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ പോവാം, ഇവിടെ
സ്ലൈഡറിന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ സെലക്ട് പൊസിഷൻ, ഒരു പൊസിഷൻ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ കേഴ്സർ വെക്കുമ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടുള്ള ധർമ്മം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വരും. മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇപ്പോൾ മാറ്റേണ്ട മിനിമം -5 മാക്സിമം 5 ഉണ്ട്. ഇപ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 1 കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഓക്കെ അടിക്കുമ്പോൾ നമുക്കത് അവിടെ ഓട്ടോമാറ്റിക്കലി സ്ലൈഡറായിട്ട് വരും. അപ്പോൾ ഇതാണ് സ്ലൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇത് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ മാറി, ഇപ്പോൾ -1 ആണ്. ഇപ്പോൾ അടുത്ത വാല്യൂ മാറ്റുമ്പോൾ 0 ആയി മാറി. അപ്പോൾ അങ്ങനെ ഇവിടെ മാറുന്നതനുസരിച്ച് ഇവിടെ മാറും. ഇനി നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പോയിന്റ്, പ്ലോട്ട് ദി പോയിന്റ് എ ക്യാപിറ്റൽ A, ഇതാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെ ഇൻപുട്ട് കമൻറ്റ് കൊടുക്കാം? ക്യാപിറ്റൽ A കിട്ടും, ഓർഡർഡ് പെയർ A ക്യാപ്പ് 2. A ക്യാപ്പ് എന്ന് പറയുമ്പോൾ A ക്യാപ്പ് എവിടെ നിന്ന് കിട്ടും? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ കീബോർഡിൽ 6 എന്ന നമ്പർ ഉണ്ടാവും, അത് പ്രസ് ചെയ്യുമ്പോൾ ഈ ക്യാപ്പ് കിട്ടും 2. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ് ആണ്. എ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എടുത്തു? നമ്മൾ സ്ലൈഡർ എ ആണ് എടുത്തത്, അതാണ് A² വരാൻ കാരണം. അവിടെ ബി എടുക്കുകയാണെങ്കിൽ ഇവിടെ B² വരും. എക്സ് എടുക്കുകയാണെങ്കിൽ X² ശരിക്കും അത് മനസ്സിലാക്കി വേണം നമ്മളിവിടെ മൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് സ്ലൈഡറിൻ്റെ 1-2 പ്രോപ്പർട്ടീസ് അവിടെ നമുക്ക് ചെയ്യണം. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ പേര് കൊടുക്കുകയാണ്, ക്യാപിറ്റൽ A = ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു കേളി ബ്രാക്കറ്റ്, കേളി അല്ല സാധാരണ ഓപ്പൺ ബ്രാക്കറ്റ്, ഒന്ന് കൊടുക്കുന്നതന്നെ മറ്റേത് വരും. അപ്പോൾ അത് A എഴുതിയിട്ട് ക്യാപ്പ് 2 അത് അടിച്ചാൽ മാത്രം പോരാ, എന്നിട്ട് ഒരു എൻട്രി അടിക്കണം. എൻട്രി അടിക്കുമ്പോൾ നമുക്ക് ആ പോയിന്റ് അവിടെ കാണും. A എന്ന് പറഞ്ഞൊരു പോയിന്റ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്ലൈഡർ 1-ലാണ് ഉള്ളത്. ഇപ്പോൾ സ്ലൈഡർ ഞാനത് 2-ലോട്ട് മാറ്റുകയാണ്. 2-ലോട്ട് മാറ്റുവാണെങ്കിൽ അതായത് എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? എക്സ് കോർഡിനേറ്റ് 2 ആകുമ്പോൾ വൈ കോർഡിനേറ്റ് 4 ആകുമ്പോൾ അതിൻ്റെ സ്ക്വയറാണ്. അടുത്ത് ഞാൻ 3-ലോട്ട് മാറ്റി. 3-ലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? സ്വാഭാവികമായിട്ട് എക്സ് കോർഡിനേറ്റ് 3 ആണ്, വൈ കോർഡിനേറ്റ് 9 ആയിരിക്കണം. അടുത്ത് 4 ആണെങ്കിലോ 16 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് 0 ആകുമ്പോൾ 0 തന്നെയാണ്. -1 ആകുമ്പോൾ സ്ക്വയർ ആകുമ്പോൾ -1ൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. അപ്പോൾ -1 ആകുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഓരോ പോയിന്റിലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ ഇൻക്രിമെൻറ്റ് 1 വെച്ചാണ് എടുത്തത്. അപ്പോൾ ഓരോരോ യൂണിറ്റ് വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി ചെയ്യാൻ പോകുന്നതാണ് ഈ കേഴ്സർ സ്ലൈഡറിൻ്റെ മേലെ വെച്ചുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തെറ്റായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കയറി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം, ഏറ്റവും നല്ലത്. ഇതിപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. സൂം ഔട്ട് എൻലാർജ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് എന്നിട്ടത് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ ആക്റ്റീവാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് പോയിക്കോളും, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഈ മൂവ് എന്ന് പറഞ്ഞ പോയിന്റ് ക്ലിക്ക് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് പോകും. ഇവിടെ അൺഡു എന്ന് പറഞ്ഞ ഉണ്ട്, പെട്ടെന്ന് റിവേഴ്സ് അടിക്കണം ചെയ്യാം. അപ്പം കേഴ്സർ നേരെ കൊണ്ടുപോകുന്നു, അവിടെ വെക്കുന്നു. എന്നിട്ട് ഇവിടെ ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് പോവാം. അപ്പോൾ നമ്മൾ സ്ലൈഡറിൻ്റെ വാല്യൂ -5 ആണ് ഇവിടെയുണ്ട്. അപ്പം നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻക്രിമെൻ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ താഴെ ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. അതിനകത്ത് കൊടുത്തത് 1 ആണ്. അപ്പോൾ ഇപ്പം കൊടുക്കാൻ പോകുന്നത് 0.01 കൊടുക്കുന്നു. പിന്നെ ഇവിടെ സേവ് ഒന്നും കൊടുക്കാനില്ല, ക്ലോസ് കൊടുത്താൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇവിടെ വരുത്താവുന്നതാണ്.
അപ്പം സ്ലൈഡറിൻ്റെ സ്ലൈഡറാണ് സെലക്ട് ചെയ്ത്. അപ്പോൾ സ്ലൈഡറിൻ്റെ കളർ എനിക്ക് മാറ്റണം. ഇപ്പം തന്നെ അവിടെ വന്നു, വലിയ കാര്യമൊന്നുമില്ല, മാറ്റി. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് വീണ്ടും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ആനിമേഷൻ കാണും. ആനിമേഷൻ എന്ന് പറയുമ്പോൾ അത് തനിയെ ഇങ്ങനെ പോയിക്കോളും, നമ്മളൊന്നും കൊടുക്കാനില്ല എന്നർത്ഥം. അതാണ് ഈ ആനിമേഷൻ്റെ പ്രത്യേകത. നമ്മൾ അനക്കേണ്ട ആവശ്യമില്ല. ഇതിനനുസരിച്ച് ഇവിടെ വാല്യൂസ് കാണും, അത് വളരെ ശ്രദ്ധിക്കാം. ഇതിനനുസരിച്ച് ഇവിടെ വാല്യൂ മൂവ് ചെയ്യുന്ന വാല്യൂസൊക്കെ കാണും. അപ്പോൾ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസ് ബട്ടൺ കാണും, ഇവിടെ സൈഡ്. ഇതാണ് പോസ് ബട്ടൺ. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് പോയി കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും നമ്മൾ നിലവിലുള്ള ആക്റ്റീവ് ബട്ടൺ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ പോയിക്കോളും, പിന്നെ നമുക്കത് ബുദ്ധിമുട്ട് വരുന്നില്ല. ഇനി ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ കയറി വരും. അപ്പോൾ അത് ക്ലോസ് ചെയ്യുക, ആവശ്യമുള്ളത് ഒരു ട്രയൽ ആൻഡ് എറർ നടത്തുക. ഇപ്പോൾ പോയിന്റ് ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുന്നത് ഈ പോയിന്റ് മേലെ കേഴ്സർ വെച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ട്രേസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ട്രേസ് കൊടുക്കുന്നു. അതുകൂടാതെ വീണ്ടും ട്രേസ് ഓണാക്കി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് കൊടുക്കുന്നു. ഓക്കെ, കളർ ചേഞ്ച് കൊടുത്തിട്ട് ആനിമേഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എടുത്തത് ഏതാണോ അതിൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ഗ്രാഫ് ഇവിടെ നമുക്ക് ഭംഗിയായിട്ട് നല്ലൊരു ഗ്രാഫ് ഇവിടെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. കണ്ടോ, എത്ര മനോഹരമായിട്ടുള്ള ഗ്രാഫാണ് ഇപ്പോൾ പോകുന്നത്. നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ F അടിച്ചാൽ അത് പഴയപടിയായിട്ട് പോയിക്കോളും. വരച്ച ഗ്രാഫൊക്കെ പോവും. അപ്പം തന്നെ ആദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് പോസ് അടിച്ചാൽ മതി. പോസ് അടിച്ചിട്ട് കൺട്രോൾ F അടിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോപ്പ് ആയി പോയിക്കോളും. ഇപ്പോൾ നിലവിൽ വരച്ച ഗ്രാഫ് അപ്വേർഡായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഗ്രാഫാണ്, എ സ്ക്വയറിൻ്റെ ഗ്രാഫാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഗ്രാഫ് ഇക്വേഷൻ ഏതായിരിക്കും? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയറല്ല ഉദ്ദേശിക്കുന്നത്, ശരിക്കും എഫ് ഓഫ് എക്സ് കിട്ടും എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് കിട്ടും എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്. ഒബ്സർവ് ദി കർവ് ട്രേസ്. നമ്മൾ ട്രേസ് ചെയ്തു. വാട്ട് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്? വരച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്വേർഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കർവാണ്. അപ്പം ഇവിടെ നിലവിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? എഫ് ഓഫ് എക്സ് കിട്ടും എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ ഇൻപുട്ട് ബോക്സ് ആക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇൻപുട്ട് ബോക്സ് ആയിട്ട് ഈ അടുത്ത ക്വസ്റ്റ്യനോട്ട് കടക്കണം. അപ്പോൾ ഇൻപുട്ട് ബോക്സ് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ബോക്സ് എവിടെ നിന്ന് എടുക്കാം? ഇവിടെ തന്നെ പോവാം. ഏറ്റവും താഴെയുണ്ട്. അപ്പം സ്ലൈഡിന് താഴെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇൻപുട്ട് ബോക്സ് അതിനൊരു പേര് കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് പോയിന്റിനും കൊടുക്കണം, ക്യാപിറ്റൽ എ എന്നതിനും കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്യാപിറ്റൽ എ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇത് എങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ളത് കിട്ടും. അപ്പോൾ ഇതിനാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ലിങ്ക് ചെയ്യുക, അതായത് അതുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിവിടെ വന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെയ്താൽ തന്നെ ഇതിൻ്റെ കർവൊക്കെ മാറിക്കോളും. എ സ്ക്വയർ ഇൻപുട്ട് ബോക്സ് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കർവ് ഇവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ ഡിസ്പ്ലേ ആവും. ഓക്കെ, ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു ഇൻപുട്ട് ബോക്സും കൂടിയും ചെയ്യാൻ പോകുന്നത്. അടുത്ത ഇൻപുട്ട് ബോക്സ് അതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എക്ക് പകരമാണ്. എ എന്ന് പറഞ്ഞാൽ സ്ലൈഡർ ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ എ എടുക്കുമ്പോൾ ഈ സ്ലൈഡറിന് വേണ്ടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 1.7 കിട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ മൂവ് ചെയ്താൽ 1.7 കിട്ടും. അതിന് പകരമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. അപ്പോൾ സ്ലൈഡറിന് പകരമായിട്ടാണ് ഈ ഇൻപുട്ട് ബോക്സ് എടുക്കുന്നത്. അപ്പോൾ എ ആണ്, ഇതിനാണ് എടുത്തത്. അപ്പോൾ അത് അവിടെ താഴെ എടുത്തു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാൻ പറ്റും.
എല്ലാം ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ പോയിൻ്റാണ്, ഇതെന്ന് പറയുന്നത് സ്ലൈഡ്. അത് ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിലവിൽ -0.17 ഉള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് മൈനസ് വേണം, 2.7 എനിക്ക് കിട്ടണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെ ഡയറക്റ്റ് 2.7 എടുത്താൽ 2.7ൽ അത് എവിടെയാണ് കർവിലുള്ള പോയിന്റ് എവിടെയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇപ്പോൾ അടുത്ത് വേറെ പോയിന്റ് -3.2 ആണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യണം. ഇങ്ങനെ മൂവ് ചെയ്ത് -3.2 -3.2 ഇങ്ങനെ അനക്കി എത്തുമ്പോൾ നമുക്ക് സമയം എടുക്കും, പെട്ടെന്ന് മാറി ഇങ്ങനെ ഒരു മാറ്റം വരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഇവിടെ ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാറിക്കോളും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത് -4.1 ആണ്. അപ്പോൾ അവിടെ ഒരു എൻട്രി അടിച്ചാൽ അത് അവിടെ മാറി, ഇവിടെ മാറി. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻപുട്ട് ബോക്സ് പോയിട്ട് ഇത്രയും കാര്യം കൊടുക്കാം. അതായത് എ ക്യൂബ് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കണം? എ ക്യാപ്പ് 3 ആണ് കൊടുക്കേണ്ടത്. കർവ് ഒബ്സർവ് ചെയ്യുക, അതെന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്യുക. അത് അപ്പോൾ ആ കർവിൻ്റെ ഇതെന്താണ്. അടുത്ത് x⁴ വരയ്ക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കർവിൽ കൊടുക്കണം. ആ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി പറയാനുണ്ട്. അപ്പം എ ക്യൂബാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നേരെ ക്ലിക്ക് അതിൻ്റെ അടുത്ത് പോവാം. അതിൻ്റെ ക്യാപ്പ് 3 ആണ് കൊടുക്കേണ്ടത്. എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പോൾ നമുക്കിവിടെ ഗ്രാഫ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊന്ന് അനക്കി നോക്കിയാലേ ഗ്രാഫ് കാണും. ഇപ്പം ഗ്രാഫ് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്, ഈ രീതിയിലാണ് ഗ്രാഫ് പോകുന്നത്. ഓക്കെ, അപ്പം ഇത് ശരിക്കും എന്ന് പറയുന്നത് എ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇത് ഏതിൻ്റെ ഗ്രാഫായിരിക്കും? f(x)=x³ ഗ്രാഫാണ്. ഓക്കെ, x³ ഗ്രാഫാണ് ഇപ്പം നമ്മൾ വരച്ചത്. ഇനി അടുത്ത് f(x)=x⁴ ഗ്യാപ്പായിരിക്കണം. x⁴ എന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ക്യാപ്പ് 4 എന്ന് കൊടുക്കാം. അവിടെ ബ്രാക്കറ്റ് പോയിട്ടുണ്ട്. ബ്രാക്കറ്റ് കൊടുത്താൽ ഇൻവാലിഡ് കമൻ്റായി മാറും. അപ്പം ഗ്രാഫ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് അനക്കി നോക്കിയാൽ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിലൂടെ ഇങ്ങനെയാണ് കയറി പോകുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൺട്രോൾ എപ്പോൾ അടിച്ചാൽ വരച്ചതെല്ലാം ക്യാൻസലായി പോകും. പിന്നെ ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടൂളുണ്ട്, നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു ലോക്കസ് ടൂൾ എന്നുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ലാസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ കേഴ്സർ വെക്കുവാണെങ്കിൽ സെലക്ട് ലോക്കസ് പോയിന്റ്, ദെൻ പോയിന്റ് ഓൺ ദി ഒബ്ജക്റ്റ് ഓർ സ്ലൈഡർ. ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്ലൈഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് കർവുള്ളത് അത് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഒറ്റയടിക്ക് ഡിസ്പ്ലേ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലൈഡർ മൂവ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കർവ് കിട്ടുക തന്നെ ചെയ്തു. ഇതാണ് ലോക്കസ് ടൂളിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലോക്കസ് ടൂൾ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അവിടെ ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കണം? ക്യാപിറ്റൽ ലെറ്റർ A=A,A⁴ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാം. ഇപ്പോൾ ഗ്രാഫ് വരക്കാന്ന് വെച്ചാൽ ഇവിടെ എല്ലാം പറയുന്നുണ്ട്. സിൻടാക്സ് x² എങ്ങനെ കൊടുക്കണം, mod x സ്ക്വയർ റൂട്ട് x³ ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. അത് ഫ്ലോർ x എന്നാണ് പറയേണ്ടത്. 1/x സിഗ്നം ഫംഗ്ഷൻ SIGN(x). അവിടെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഇൻപുട്ട് ബോക്സിൽ വരും. പിന്നെ CL ഫംഗ്ഷൻ CIL ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്സർവ് ദി ഗ്രാഫ് ഈച്ച് ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓരോന്നിൻ്റെയും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഡൊമൈൻ റേഞ്ചും പ്രത്യേകിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ സിൻടാക്സ് ഉണ്ട്, ഇവിടെയാണ് അടിക്കേണ്ടത്. ഇവിടെ x അടിച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഡീആക്ടിവേറ്റ്, നേരത്തെ ചെയ്ത വർക്കൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തു. ഇതവിടെ ഉണ്ടാവും, ഇതവിടെ ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല.
ഡീആക്ടിവേറ്റ് ചെയ്ത് പോയി. പിന്നെ ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ്. ഇനി ഇവിടെ എക്സ് എന്ന് അടിക്കുമ്പോൾ തന്നെ എൻട്രി അടിക്കുക. അപ്പോൾ തന്നെ ഈ ഗ്രാഫ് വരും. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. കൂടാതെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട് ഡൊമൈൻ റേഞ്ചും റിയൽ നമ്പറാണ്. ഇപ്പം നമ്മളത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ആദ്യം ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ സ്ഥലത്ത് പോയിന്റ് മാർക്ക് ചെയ്യണം. ഓക്കെ. ഇവിടെ ബി ഇറങ്ങാണ് എ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ലൈൻ. പെർപെൻഡിക്കുലർ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഏതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം? എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യുക, അത് വരും. പെർപെൻഡിക്കുലർ ലൈൻ കിട്ടും. ഇനി നോക്കാം. ഇതിങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ. അപ്പം ഈ പോയിന്റിൽ പിടിച്ച് മൂവ് ചെയ്യാം. പോയിന്റിൽ പിടിച്ചാലേ അത് മൂവ് ചെയ്യൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ മൂവ് ചെയ്യില്ല. ഇത് കേഴ്സർ ലെഫ്റ്റ് മൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ കുത്തനെയുള്ള വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഡൊമൈൻ മാത്രം ശ്രദ്ധിക്കാം. മൂവ് ചെയ്യുമ്പോൾ എക്സ് ആക്സ് ഇപ്പം നമ്മൾ മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്നത്. എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യും. അപ്പോൾ എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ y എക്സ് എന്ന ആ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട് നോക്കാം. എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കാണുന്നില്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര എടുത്താലും അത് ടച്ച് ചെയ്യും. ടച്ച് ചെയ്യാത്ത ഭാഗമുണ്ടോ നോക്കാം. ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ നോക്കാം. എല്ലായിടത്തും ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. പിന്നെ റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈയിലൂടെയാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേറൊന്നും കൂടി വരയ്ക്കാം. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ ഈ വൈ ആക്സസിൽ ചെയ്യാം. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് അനങ്ങും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുക. വൈ ആക്സസിലൂടെ മൂവ് ചെയ്യുക. വൈ ആക്സ് മൂവ് ചെയ്യുമ്പോൾ ഈ നേരത്തെ വരച്ച ആ സ്ലോപ്പിലെല്ലാം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും കൂട്ടിമുട്ടുന്നുണ്ട്. അത് ഈ ലൈനാണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻ മാത്രം അപ്പോൾ നോക്കിക്കോളൂ. ഇപ്പോൾ വൈ ആക്സിലൂടെ ഇപ്പം ഞാൻ മൂവ് ചെയ്യുന്നത്. വൈ ആക്സ് മൂവ് ചെയ്യുമ്പോൾ ഇത് ഈ പച്ച ലൈൻ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെല്ലാം ഇത് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം മാത്രം നോക്കാം. വേറെ ഒന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലിയർലി റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. അങ്ങനെ നമ്മൾ ഇത് ഓരോന്നായിട്ടും വരച്ചിട്ട് അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അടുത്ത് വരയ്ക്കാനുള്ളത് എക്സ് സ്ക്വയറിന് SQRT അടിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി. SQR അടിക്കുമ്പോൾ തന്നെ അവിടെ വന്നു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വാല്യൂ കൊടുക്കണം. നമുക്കത് ഗ്രാഫ് കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ വരച്ചത് പ്രകാരം ഇതെല്ലാം മായിച്ചേക്കാം. കുറേ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ f(x) g(x) എന്ന ഗ്രാഫ് ഇതാണ്. ഓക്കെ, ബി എന്ന പോയിന്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ടച്ച് ആവുന്നുണ്ട് ആ ലൈനുമായിട്ട്. അത് ചോപ്പ് ലൈൻ. ഇങ്ങോട്ട് എത്തുമ്പോൾ ടച്ച് ആവുന്നില്ലല്ലോ, എന്ത് പറ്റി? അങ്ങനെ ഒരു സംശയം വരും. ആ സമയത്ത് നമ്മളിതിങ്ങനെ നോക്കുക. മുട്ടുന്നുണ്ടല്ലോ, ഇതാ അതിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ എന്തായാലും കൂട്ടിമുട്ടും. ഇതൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞത് റിയൽ നമ്പറാണെന്ന് കിട്ടി. റേഞ്ച് എന്ന് പറയുന്നത് വൈയിലൂടെയാണ് മൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നും ടച്ച് ആവുന്നില്ല. 0 എത്തുമ്പോഴാണ് ടച്ച് ആവുന്നത്. അപ്പോൾ അങ്ങോട്ട് അങ്ങനെ പോകും. അപ്പോൾ ക്ലോസ്ഡ് അറ്റ് 0 to infinity. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഓരോന്നിൻ്റെയും സിൻടാക്സ് അവിടെ ഉണ്ട്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ
വ്യക്തമായിട്ട് സിൻടാക്സ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് സംശയം വരാനൊന്നുമില്ല. ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അവിടെ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡൊമൈൻ റേഞ്ചും നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കൊടുത്ത് കിട്ടുന്നത്. എക്സിൻ്റെ റിയൽ നമ്പർ, എക്സ് സ്ക്വയറിൻ്റെ റിയൽ നമ്പർ, ക്ലോസ്ഡ് അറ്റ് 0 ഇൻഫിനിറ്റി. ദെൻ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും നമുക്ക് കൃത്യമായിട്ട് 1/xന് മാത്രം കുറച്ച് ശ്രദ്ധിക്കാം, കാരണം അവിടെ 0 ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനെ പറയുന്ന ഒരു ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയും. അത് മനസ്സിലാക്കി വെക്കാം. നമ്മൾ പഠിക്കാനുള്ള ഗ്രേറ്റസ്റ്റ് സീലെക്സ് ആണ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇത് തന്നെയാണ്. ഇതന്നെ 2 പ്രാവശ്യം ചെയ്ത് മാത്രം. ആ ഒരു കാര്യം അവിടെ അറിഞ്ഞു വെക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് x⁻n ഗ്രാഫ് വരക്കണം. x⁻n ഗ്രാഫ് വരക്കണം. അതാണ് നമ്മൾ അടുത്ത എയിം എന്ന് പറയുന്നത്. അപ്പോൾ x⁻n ഗ്രാഫ് നമ്മൾ എങ്ങനെ വരക്കും? x⁻n ഗ്രാഫ് നമ്മൾ എങ്ങനെ വരക്കും? അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ, അത്രയൊന്നും സംശയം വരുന്നില്ല. അങ്ങനെയാണ് നമുക്ക് അടുത്ത് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാം. എന്നിട്ട് മറ്റേ പോകുന്നതായിരിക്കും നമുക്ക് ഉചിതമെന്ന് തോന്നുന്നു. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാം. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതെവിടെയുണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻ. അതിന് സിൻടാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻപുട്ട് ബോക്സിൽ ഇക്വേഷനായിട്ട് അടിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രാഫ് കിട്ടും. അതിൽ നിന്ന് ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്നത് എന്താണ് അതുപോലെ അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് അതിന് ഗ്രാഫ് പിക്ചറൈസ് ചെയ്യും. എന്നിട്ട് വെർട്ടിക്കൽ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് ഡൊമൈൻ റേഞ്ചും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് അത്രേ ചെയ്യാനുള്ളൂ. കാര്യമായിട്ട് ഒന്നും നമുക്ക് വലിയ വർക്കൊന്നും ലോഡ് വരുന്നില്ല. മനസ്സിലാക്കാൻ വേണ്ടി വിചാരിക്കുന്നു. അപ്പം നമ്മളത് കൊടുക്കുമ്പോൾ ഈ ഗ്രാഫ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അതിൻ്റെ ഡൊമൈൻ റേഞ്ചും റിയൽ നമ്പർ കിട്ടും. ഡിഗ്രി 3 ആണ്, റിയൽ നമ്പറാണ്. അതേപോലെ തന്നെ ഈ ഡിഗ്രി സപ്പോസ് മൈനസ് ആണെങ്കിലും, അതായത് ഏതാണോ ഡിഗ്രി എടുക്കുന്നത് അതിൻ്റെ കോഎഫിഷ്യന്റ് മൈനസ് ആണെങ്കിലും റിയൽ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാം. ഓഡ് ഡിഗ്രി ആണെങ്കിൽ ഡൊമൈൻ റേഞ്ചും എപ്പോഴും റിയൽ നമ്പർ ആണ് എന്ന കാര്യം നമുക്ക് അവിടെ ജനറലൈസേഷൻ കൊടുക്കാം. ഈവൻ ഡിഗ്രി ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഈവൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കേസസ്. ഇപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 4 ആണ്, അതിൻ്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എല്ലാ പോളിനോമിയലും ഡൊമൈൻ റിയൽ നമ്പറാണ്. അപ്പോൾ അതൊന്നും പേടിക്കണ്ട. റേഞ്ച് എന്ന് പറയുമ്പോൾ ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 5 to ഇൻഫിനിറ്റി ആണ്. അത് തന്നെ ഈവൻ ഡിഗ്രി മൈനസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡൊമൈൻ റിയൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു മാറ്റം വരും. അത് താഴോട്ടാണ് പോകുന്നത്, താഴോട്ടാണ് വരുന്നത്. അപ്പോൾ -∞ to താഴോട്ട് പറഞ്ഞാൽ -∞ ആണ്. ആ ഒരു ചേഞ്ചാണ് ശ്രദ്ധിക്കേണ്ടത്. ഓഡ് ഡിഗ്രി ആകുമ്പം ഡൊമൈൻ നെഗറ്റീവ് ആണെങ്കിലും ആ ഓഡ് ഡിഗ്രീൻ്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണ്, ഡൊമൈൻ റേഞ്ച് 6 ആണ്. ഈവൻ ഡിഗ്രി ആവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി മൈനസ് ആണെങ്കിൽ, അത് ഏതാണോ ഡിഗ്രി എടുത്ത് അതിൻ്റെ കോഎഫിഷ്യന്റ് മൈനസ് ആണെങ്കിൽ മാറും. അപ്പോൾ ഡൗൺവേർഡ് ആയിട്ടാണ് വരുന്നത് എന്ന വസ്തുത മനസ്സിലാക്കി വെക്കാം. ഡിഗ്രി പോസിറ്റീവ് ആണെങ്കിൽ, ഡിഗ്രിൻ്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ പ്രശ്നം വരുന്നില്ല. ഡിഗ്രിൻ്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആകുന്ന സമയത്ത് അവിടെ നമ്മൾ എടുക്കുന്നത് ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് അവിടെ എടുക്കാം. ആ കേസിൽ ഈവൻ ഡിഗ്രിയിൽ 2 കേസ് വരുന്നുണ്ട്. ആ ഒരു ഫാക്ട് നമ്മളവിടെ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇഫ് ദ ഡിഗ്രി is odd the domain and range is R. If the degree is even, domain is R. The coefficient is positive a to infinity. A എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എ എഴുതാൻ പാടില്ല, എക്ക് വരും കൊടുക്കാം. അതുപോലെ ദി കോഎഫിഷ്യന്റ് ഈസ് നെഗറ്റീവ്, എ ആണ് ഇവിടെ, നെഗറ്റീവ് സിമ്പിൾ ഒന്നല്ല, എ -∞. അപ്പോൾ എക്ക് വരെ അവിടെ കൊടുക്കാം. പിക്ചർ നോക്കിയിട്ടാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു
അനാലിസിസ് വർക്കാണ്. അനാലിസിസ് വർക്കാണ്. അപ്പോൾ അവിടെ സ്ലൈഡർ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ സ്ലൈഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് അത് ആക്റ്റീവായിട്ടുണ്ട്, അതുകൊണ്ട് പോവാത്തത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. എ എന്ന പോയിന്റിൻ്റെ സ്ലൈഡറാണ്. അപ്പോൾ ഒരു സ്ലൈഡ് എടുക്കാം. ഞാൻ എടുക്കുന്ന ഒരു ഇൻറ്റിജർ സ്ലൈഡ് എടുക്കുന്നത്. ഓക്കെ, എന്നാണ് എക്സിസ്റ്റ് എന്നാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എന്നെ ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെ മിനിമം വാല്യൂ ആണെങ്കിൽ -10 കൊടുക്കുക. മാക്സിമം വാല്യൂ ഒരു 10 മതി, 10 മതി. ഇൻക്രിമെൻറ്റ് വേണമെങ്കിൽ 0.01 എന്ന് കൊടുക്കാം. അതിൻ്റെ ഇവിടെ ഓക്കെ കൊടുക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് എക്സിൻ്റെ ഗ്രാഫാണ് വരക്കാൻ പോകുന്നത്. എക്സ് സ്ക്വയർ എക്സ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻപുട്ട് ബോക്സ് കൊടുക്കും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഇവിടെ എന്ത് ചെയ്യാം, എന്നാണ് കൊടുത്തത്. അപ്പോൾ എന്നുമായിട്ട് ക്ലബ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് എക്സ് സ്ക്വയർ എക്സ് ക്യൂബാണ്. അപ്പോൾ സ്ക്വയർ അതിൻ്റെ പവറാണ് കൂടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്യാമ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്ന് കൊടുക്കാം. x(n). അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടാന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അടുത്ത് സ്ക്വയർ ആണെങ്കിലോ സ്ക്വയർ ആവുന്ന നോക്ക്. ഇതിങ്ങനെ മൂവ് ചെയ്താൽ മതി. നമ്മളൊരു കീബോർഡിലൊരു അപ്വേർഡ് ഡൗൺവേർഡ് ഒരു ആരോ കീ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഇൻപുട്ട് ബോക്സ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് എത്താം. 2 n=2 ആകുമ്പോൾ സാധാരണ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. കാരണം n=2 എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ നോക്കുക, നമ്മൾ x(n) എടുത്തത്. ഇവിടെ n2 ആകുമ്പോൾ ആ n2 ആകുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് ഗ്രാഫ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് എടുക്കുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. എന്നിന് സ്ലൈഡറിനാണ് കൊടുക്കുന്നത്. സ്ലൈഡറിന് വാല്യൂ കൊടുക്കുമ്പോൾ ആണ് കൊടുത്തു. അപ്പോൾ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്, കൊടുത്തു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടത് 3 ആണ്. 3 അടിച്ചിട്ട് ഒരു എൻട്രി അടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഏത് ഗ്രാഫായിരിക്കും എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ് കിട്ടുന്നത്. ഇനി ഒരു ഇൻപുട്ട് ബോക്സും കൂടി കൊടുക്കാം. അതായത് നിലവിൽ ഒരു ഇൻപുട്ട് ബോക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്ലോസ് ചെയ്ത് ഒഴിവാക്കാം. ക്യാൻസൽ ആക്കാം, പോയിക്കോളും. ഇങ്ങനെ ടൂൾ വെച്ചാൽ നമ്മൾ ഡീആക്റ്റീവായിട്ട് കിട്ടിക്കോളും. ഇത് പഴയ സ്ലൈഡറാണ്, അതവിടെ കിടക്കട്ടെ. പോകുന്നില്ല, അതവിടെ കിടക്കട്ടെ. ഇപ്പോൾ ഈ സ്ലൈഡറാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ -3 ആണ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് -3 മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് സ്ലൈഡറിൻ്റെ എക്സിൻ്റെ പവർ കൂട്ടാനും കുറക്കാനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് വാല്യൂ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓരോന്നായിട്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇപ്പോൾ ഓരോ ഗ്രാഫ് നോക്കാം. 1 കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് നോക്കാം. ഇറ്റ്സ് എ റിയൽ നമ്പറാണ്, നമുക്കറിയാം. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ അടിക്കുമ്പോൾ അണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക് വരും. ഞാൻ അടുത്ത് കൊടുക്കാൻ പോകുന്നത് 2 കൊടുക്കാം, E1. അപ്പോൾ അത് വെർട്ടിക്കൽ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിക്കുമ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലിയർലി റിയൽ നമ്പറാണ്. റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് എന്ന് y ആണ്. വൈൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്കേ പോകുന്നുള്ളൂ, ഇവിടുന്ന് മേലോട്ടേ ഉള്ളൂ, താഴോട്ടൊന്നുമില്ല. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് 0 to ∞. ഇനി
3 കൊടുക്കുക. 3 എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഗ്രാഫായിരിക്കും? എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് വേണമെങ്കിൽ നമുക്ക് ഇത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്തിട്ട് ഫങ്ഷൻ ആക്കിയിട്ട് T1x അവിടെ ലിങ്ക് ചെയ്താൽ മതി. T1 അപ്പോൾ അവിടെ എത്തിക്കോളും. അപ്പോൾ ഇവിടെ കൊടുത്താലും മതി വാല്യൂ. ഇപ്പോൾ ഇവിടെ 4 കൊടുക്കുമ്പോൾ 4 ഓട്ടോമാറ്റിക്കായിട്ട് ഇതിവിടെ മാറി 4 വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്താലും ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇവിടെ തന്നെ ഫങ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെ പുതുമയായിട്ട് നമ്മളത് ചെയ്യണമെന്നില്ല. ഡയറക്റ്റായിട്ട് ഫങ്ഷൻ ഇവിടെ കൊടുത്താൽ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതുപയോഗിച്ചും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ കൊടുത്താലും 4 കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 4 കൊടുത്തു. 4 കൊടുക്കുമ്പോൾ അതും അവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ -1 കൊടുക്കാം. -1 എന്നിക്കോട്ട് -1. അപ്പോൾ -1 ഗ്രാഫ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗ്രാഫ് നമുക്ക് കിട്ടും. ഓക്കെ, എക്സിസും -1 ഗ്രാഫ് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിന് മാറ്റം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും അടുത്ത ഇവിടെ 3 അടിക്കാം. 3 അടിക്കുമ്പോൾ ഇവിടെ ഫങ്ഷൻ മാറിയിട്ടുണ്ട്. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ക്യാപ്പ് n ആണ്. ഓക്കെ, ഓക്കെ 2 ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ ഡൊമൈൻ റേഞ്ചും നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഓർഡർ ഡിഗ്രി വരുമ്പോഴൊക്കെ ഡൊമൈൻ റേഞ്ച് 6 ആണ്. ഇതിൻ്റെ എല്ലാം വേറെ എടുക്കണ്ടായിരുന്നു. ഓർഡർ ഡിഗ്രി വരുമ്പോൾ ഡൊമൈൻ റേഞ്ചും 6 ആണ്. ഈവൻ ഡിഗ്രി വയ്ക്കുമ്പോൾ ഡൊമൈൻ റിയൽ നമ്പറാണ്. മറ്റേത് ക്ലോസ്ഡ് ആയിട്ട് 0 to ∞ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡിഗ്രീസ് ഓർഡ് റേഞ്ച് ആൻഡ് ഡൊമൈൻ റേഞ്ച് 6 ആണ്. ഡിഗ്രീസ് ഈവൻ റേഞ്ച് 6 ആണ്. പക്ഷേ ഡൊമൈൻ അതായത് ഇൻ ദി കേസ് ഓഫ് ഈവൻ ഡിഗ്രി ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സിലാണ് എഴുതേണ്ടത്. ഡൊമൈൻ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഡൊമൈൻ എന്ന് പറയുന്നത് 6 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് 0 to ∞ ആണ്. റേഞ്ച് എന്ന് പറയുന്നത് 0 to ∞ ആണ്. ഓക്കെ, അപ്പം അത് നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം ഡൊമൈൻ എന്ന് പറയുന്നത് 6ഉം റേഞ്ച് എന്ന് പറയുന്നത് ഓഡ് ഡിഗ്രീൻ്റെ കേസിൽ രണ്ടും സെയിം ആണ്. ഈവൻ ഡിഗ്രീൻ്റെ കേസിൽ ഡൊമൈൻ റിയൽ നമ്പർ തന്നെയാണ്, മറ്റേത് 0 ആണ്. അപ്പോൾ ഏതെടുത്താലും 1 തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ ഡെഫിനേഷൻ നമുക്ക് ഇതെടുക്കാം. ഫോർ എനി റിയൽ നമ്പർ എക്സ് ദി ഫ്ലോർ ഓഫ് എക്സ് റിട്ടേൺ എസ്. ശരിക്കും ഫ്ലോർ ഫംഗ്ഷൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ്. ഇങ്ങനെ സിമ്പിളാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇസ് എ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എനി റിയൽ നമ്പർ എക്സ് സീലിംഗ് ഓഫ് എക്സ് റിട്ടേൺ എസ്. ഇതിങ്ങനെ മേലോട്ട് ഇങ്ങനെ എഴുതും. ഇസ് എ ലീസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ്. അറിഞ്ഞു വെച്ചാൽ മതി, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇത് നോക്കി ഇനി ലാസ്റ്റ് ഒരു കണ്ടീഷൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്, അതായത് നമുക്ക് ഫങ്ഷൻ മാറ്റി കൊടുക്കാം. ഇങ്ങനെ വേണ്ട, x⁻n ആണ് വേണ്ടത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. എക്സ് പുറത്ത് ക്യാപ്പ്
1/n ആകുമ്പോൾ അതിന് ബ്രാക്കറ്റ് കൊടുക്കുക 1/n, എന്നാലും 1/n ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത് ശരിയാണ് നോക്കാം. ഇവിടെ 2 ആണ് ഉള്ളത്, അത് ഞാനിവിടെ മാറ്റുന്നു, 1 ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഇവിടെ n 1 ആകുമ്പോൾ എന്തായി വരും? x⁻1/1, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ x⁻1/1 എന്ന് പറയുമ്പോൾ x തന്നെയാണ്, അപ്പോൾ അത് എക്സിൻ്റെ ഗ്രാഫ് തന്നെയാണ്. ഇനി അത് ഓഡാണ്, അപ്പോൾ ഡൊമൈൻ റേഞ്ചും സെയിം ആണ്. ഇവിടെ 2 എടുക്കുമ്പോൾ 1/2 ആണ്. 2 എടുക്കുമ്പോൾ അതായത് എക്സിൻ്റെ പോസിറ്റീവ് സൈഡിലൂടെ മാത്രമേ പോകുന്നുള്ളൂ. അത് ഈവൻ ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഈവൻ ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് 0 എന്ന്, അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സിൻ്റെ ഇപ്പോൾ വെർട്ടിക്കൽ ലൈൻ എടുക്കുമ്പോൾ എക്സ് ആക്സിൽ മൂവ് ചെയ്യുമ്പം ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി. അതേപോലെ തന്നെ റേഞ്ച് എടുക്കുമ്പോഴും 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ തന്നെ വേറൊരു ഈവൻ ഡിഗ്രി 4 എടുത്ത് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? 4 എടുക്കുമ്പോഴും ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്കിവിടെ ജനറലൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓർഡർ ഡിഗ്രി ആകുമ്പോൾ ഡൊമൈൻ റേഞ്ച് 6 ആണ്. ഈവൻ ഡിഗ്രി ആവുന്ന സമയത്ത് 0 to infinity ആണ് ഡൊമൈൻ റേഞ്ച് എന്ന് പറയുന്നത്. If the value of n is odd, the domain and range is R. If the value of n is even, domain and range is closer to 0 to infinity. ആ രീതിയിൽ നമുക്ക് ജനറലൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി അതിൽ വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ഒരു സംശയം എന്ന് പറയുന്നത്, ഈ എന്നിൻ്റെ വാല്യൂ കൂട്ടി നോക്കുക. അതായത് -1 x⁻1/n ആണ്. അപ്പോൾ -1 to 1 ആക്കി നോക്കാം. ഇതിൻ്റെ വാല്യൂ -1 to 1. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്നിൻ്റെ വാല്യൂ കൂടി വരുമ്പോൾ അത് എക്സിനോട് അപ്രോച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. എക്സിനോട് -1 ആകുമ്പോൾ എക്സിനോട് അടുത്തടുത്ത് വരുവാണ്. അതായത് എക്സിനോട് ക്ലോസ് ആയി വരുവാണ്. എക്സിനോട് അതങ്ങനെ എക്സിനോട് ക്ലോസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ
അതിങ്ങനെ എക്സിനോട് -1 to 1 ചേഞ്ച് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിനോട് ക്ലോസ് ചെയ്ത് വരുന്ന അർത്ഥം. അത് കുറച്ചും കൂടി എല്ലാം ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഭംഗി വിഷ്വലൈസേഷൻ കിട്ടും. അപ്പോൾ അത് ഒന്നും കൂടി വലുതാക്കിയിട്ട് നോക്കാം. അപ്പോൾ -1 to 1 ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ -4 ആണുള്ളത്. അപ്പോൾ അത് ഇവിടുന്ന് എടുത്താൽ മതി, -1 കൊടുക്കാം. അപ്പോൾ എന്നിട്ട് സ്ലൈഡ് ഇവിടെ പിടിച്ചിട്ട് പതുക്കെ മൂവ് ചെയ്ത് നോക്കാം. അപ്പം ഇപ്പോൾ -1 to 1 എടുക്കുമ്പോൾ അതുണ്ട്, -1 to 1 വരുമ്പോൾ എക്സ് ആക്സിനോട് ക്ലോസ് ചെയ്ത് പോകുന്നു. എക്സ് ആക്സിനോട് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ നിലവിൽ എക്സ് ആക്സിൽ ക്ലോസ് ചെയ്തിട്ടാണ്. ക്ലോസ് ചെയ്ത് പോകുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ when x belongs to -1 to 1, when x belongs to -1 to 1, closed interval, open interval -1 to 1, x approaches to curve വേണമെങ്കിൽ കർവ് എന്ന് പറയാം, അല്ലെങ്കിൽ x⁻1/n approaches to x axis. x ആക്സിനോട് ആ കർവ് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് പോകുന്നു. എന്തുകൊണ്ടെന്നാൽ n tends to infinity ആവുന്നുണ്ട്. ആ രീതിയിൽ നമുക്കെടുത്ത് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, എക്സും x⁻1/n കമ്പയർ ചെയ്യാൻ പറ്റും. ആ രണ്ട് ഗ്രാഫ് കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കമ്പാരിസൺ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിൻ്റെ ഗ്രാഫ് വരച്ചു, സപ്പോസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചു, രണ്ട് ഗ്രാഫും കൂടി ഒന്നിച്ച് വരച്ച് നോക്കാം. ഇപ്പോൾ വേറൊരു വേണമെങ്കിൽ പെൻ ഇവിടെ കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശരിക്കും പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 കൊടുക്കുകയാണെങ്കിലോ, 2 കൊടുക്കുമ്പോൾ ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, x⁻1/2. ഇപ്പോൾ x² ഗ്രാഫ് ആണെങ്കിലോ അത് നേരെ അപ്വേർഡായിട്ട് പാസ് ചെയ്യും. x² ഗ്രാഫ് x⁻1/2 ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. പിന്നെ 3 കൊടുക്കുകയാണെങ്കിലോ ഇത് x⁻1/3 ഗ്രാഫ് രണ്ടിലും ടച്ച് ചെയ്ത് പോകുന്നു. പക്ഷെ അതേ സമയത്ത് x³ ഗ്രാഫ് എങ്ങനെയായിരിക്കും? x³ ഗ്രാഫ് ഇവിടെ ഉണ്ട്, ഇത് നോക്കിയാൽ മതി. x³ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. x³ ഗ്രാഫ് അതായത് അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ നേരെ റിവേഴ്സ് എടുത്തിട്ട് വരുന്ന ഗ്രാഫാണ്, അതിൻ്റെ നേരെ റിഫ്ലക്ഷൻ എടുത്തിട്ട് വരുന്ന ഒരു ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? സെലക്ട് ഒബ്ജക്റ്റ് ടു റിഫ്ലക്ട് ദെൻ ലൈൻ ഓഫ് റിഫ്ലക്ഷൻ. അപ്പം റിഫ്ലക്ഷൻ വേണ്ട. ഇപ്പം നേരെ തിരിച്ചുള്ള ഗ്രാഫായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇത് x⁻1/3 ഗ്രാഫാണ്. നമുക്ക് വേണമെങ്കിൽ x² ഗ്രാഫ് ഒന്ന് നോക്കി. x⁻1/2 ഗ്രാഫ് ഇങ്ങനെയാണുള്ളത്. അതേപോലെ x² ഗ്രാഫ് നോക്കിയാൽ ഇങ്ങനെയാണ് പോകുന്നത്, അപ്വേർഡായിട്ടാണ് പോകുന്നത്, അപ്വേർഡായിട്ട് പോകുന്നത്. അതായത് x² ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടിലും വരുന്നുണ്ട്. പക്ഷേ x⁻1/2 എന്ന് പറയുമ്പോൾ വൺ സൈഡിലൂടെ മാത്രമേ പോകുന്നുള്ളൂ, അതുപോലെ തന്നെ നമുക്ക് ഓഡ് ഡിഗ്രി x³ ഗ്രാഫ് ആകുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഒഴിവാക്കാം. x³ ഗ്രാഫ് ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പോൾ എക്സ് റേസ് ടു 1/3 ആണെങ്കിലോ 3 എടുത്തു. വൺ ബൈ ത്രീൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എക്സ് റേസ് ടു 1/3ൻ്റെ ഗ്രാഫാണ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എക്സ് ക്യൂബും തമ്മിലൊന്ന് മാപ്പും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ 4 ആണെങ്കിലോ എക്സ് റേസ് ടു 1/4 ആണെങ്കിൽ ഇങ്ങനെ വരും. 4 ആണ് ഇങ്ങനെ വരും. എക്സ് റേസ് ടു 1/4, അതായത് ശരിക്കും പറഞ്ഞാൽ ഈവൻ ഡിഗ്രി വരുമ്പോൾ വൺ സൈഡിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അത് പോസിറ്റീവ് എക്സ് ആക്സിലൂടെ മാത്രമേ എക്സ് റേസ് ടു 1/2, എക്സ് റേസ് ടു 1/4, എക്സ് റേസ് ടു 1/6 പോസിറ്റീവ് എക്സ് ആക്സിൻ്റെ ഇതിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതേ സമയത്ത് നമ്മൾ എക്സ് റേസ് ടു 4 അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. എക്സ് റേസ് ടു 4 അടിക്കുമ്പോൾ ശരിക്കും രണ്ടിലും കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പാരിസൺ മാത്രം ഇവിടെ നടത്താം എന്നത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എക്സ് ക്യൂബിലാവുകയാണെങ്കിലും രണ്ട് സൈഡും കൂടി പാസ് ചെയ്യുന്നുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ ലാബ് നമ്പർ 0 എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നോക്കാം. സ്ലൈഡർ അതെങ്ങനെ ലിങ്ക് ചെയ്യുന്നു, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഏതാണ്ട് നല്ലൊരു മാർക്ക്. ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നില്ല, നമ്മൾ പരിചയപ്പെടൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വൈകിട്ട്